നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എക്സാലോജിക്കും മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വിവാദത്തിലും കർണാടക ഹൈക്കോടതിയുടെ വിധിയുമൊക്കെ വരുമ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ്. സ്വപ്ന സുരേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ആദ്യം മുതൽ തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് സ്വപ്ന സുരേഷിന്റെ ശാപമാണോ എന്ന തരത്തിലുള്ള ചില വാദഗതികളും പുറത്തു വരുന്നുണ്ട്. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവർ പ്രതിരോധത്തിലായപ്പോഴോ അല്ലെങ്കിൽ അവരെ കൃത്യമായി തന്നെ തൻ്റെ മകളുടെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താനും അതുപോലെ തന്നെ തൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങളും തൻ്റെ സാമ്പത്തിക അവസ്ഥയും ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ ഉപയോഗിച്ചു എന്ന ആരോപണം ആദ്യം മുതൽ തന്നെ അവർ പറയുന്നുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം അവർ പറയുകയും അതെല്ലാം പിണറായി വിജയൻ അടക്കമുള്ളവർ നിഷേധിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഇപ്പോൾ പ്രതിരോധത്തിലാകുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം ഇത് സ്വപ്ന സുരേഷിന്റെ ശാപമാണോ എന്നാണ്. മാസപ്പടി കേസിൽ ഏതാണ്ട് വീണ വിജയൻ കുടുങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സ്വപ്ന സുരേഷ് അനുഭവിച്ച അതേ പ്രശ്നങ്ങൾ തന്നെ വീണ വിജയനും അനുഭവിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: നെവർ ട്രൈ ടു ഡിസ്ട്രോയ് സംവൺസ് ലൈഫ് വിത്ത് എ ലൈ വെൻ യുവേഴ്സ് കുഡ് ബി ഡിസ്ട്രോയ്ഡ് ബൈ ദ ട്രൂത്ത്. ആരുടെയെങ്കിലും ഒരു ലൈഫ് ഒരു കള്ളം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചാൽ സത്യം കൊണ്ട് നിങ്ങളുടെ ജീവിതവും തകരുമെന്നാണ് അവർ പറയുന്നത്. അതിന്റെ ബാക്കിയുള്ള വരികൾ ഇങ്ങനെയാണ്: എങ്ങനെയുണ്ട് ഇപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് 1 അനുഭവിച്ചത് അവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ദൈവത്തിന് നന്ദി, കോടി കോടി പ്രണാമം എന്നും അവർ വ്യക്തമാക്കുന്നു. പിന്നീട് പറയുന്നത് കൈകളുടെ ശുദ്ധിയെ പറ്റിയാണ്. ഹാൻഡ് ഹൈജീൻ, അവർ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. ദാറ്റ്സ് വാട്ട് ദ കിങ് യൂസ്ഡ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡിഡ് നോട്ട് വർക്ക്. അതായത് എപ്പോഴും തന്നെ കൈകളുടെ ശുദ്ധിയെക്കുറിച്ചാണ് രാജാവ് പറയുന്നത്, എന്നാൽ ആ കൈകൾ ശുദ്ധമല്ല എന്നാണ്, അത് വർക്കായില്ല എന്നാണ് സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ഡിയർ ഫാമിലി, ഇൻഫാക്ട് റിച്ച് റോയൽ ഫാമിലി ഓഫ് കേരള. അതായത് എല്ലാ റിച്ച് റോയൽ ഫാമിലി എന്നാണ് പിണറായി വിജയന്റെ കുടുംബത്തെ സ്വപ്ന സുരേഷ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ചെളി പുരണ്ട കൈയുടെ പടവും സ്വപ്ന സുരേഷ് പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും സ്വപ്ന സുരേഷ് ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തനിക്ക് പിണറായി വിജയൻ തന്നോട് കാണിച്ച നീതികേടിന് ഇപ്പോൾ മകളിലൂടെ കൃത്യമായി തന്നെ മറുപടി ലഭിച്ചിരിക്കുന്നു. അത് ദൈവം നൽകിയ ശിക്ഷയാണ്, താൻ ദൈവവിശ്വാസിയാണ് എന്നുകൂടി ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് സ്വപ്ന സുരേഷ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നതേ വരൂ എന്ന് പറയുന്നത് പോലെ ചെയ്ത കർമ്മങ്ങൾക്കെല്ലാമുള്ള തിരിച്ചടിയായി മാറുകയാണോ വീണ വിജയന്റെ കേസും വീണ വിജയന്റെ ബാക്കിയുള്ള നിയമ നടപടികളും വീണ വിജയന്റെ കമ്പനിയുടെ തകർച്ചയും ഒക്കെ എന്ന ചോദ്യം സാധാരണക്കാർ ചോദിച്ചാൽ പോലും സംശയിക്കേണ്ടതില്ല.